ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ മൊഡ്യൂൾ 4ൻ്റെ അകത്തെ പാർട്ട് 5 ആണ് കേട്ടോ ബാങ്ക് ഇൻഷുറൻസ് നോക്കുന്നത്. അപ്പോൾ ഈ ക്ലാസ് എന്ന് പറയുന്നത് എന്താണ്, ക്വിക്ക് റിവിഷൻ പോലെ മാത്രമേ ഉള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ പേര് എന്നോട് പറഞ്ഞു ഇത് ഈസിയുള്ള ചാപ്റ്റേഴ്സ് ആണ്, ബാങ്ക് ഇൻഷുറൻസ് ആണ് ഈസിയുള്ള പേപ്പറാണെന്നൊക്കെ ഞാൻ പലതവണ പറയുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. കാരണം എല്ലാ കാര്യങ്ങളും ഡെഫിനിഷൻ ആയിട്ട് പറഞ്ഞു പോകണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം. ഇനി ഞാൻ ഈ ഒരു ഭാഗം കുറച്ച് സ്പീഡിൽ പറഞ്ഞു പോകും. അപ്പോൾ ആർക്കെങ്കിലും ഒന്നുകൊണ്ട് റിപ്പീറ്റേഷൻ ആവശ്യമുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ജസ്റ്റ് താഴെ കമൻറ്റ് ചെയ്യണം. നിർബന്ധമായിട്ട് കമൻറ്റ് ചെയ്യണം. നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യണം, നിർബന്ധമായിട്ട് കമൻറ്റ് ചെയ്ത് ഞാൻ ഉറപ്പായിട്ടും ഞാൻ അടുത്തൊരു വീഡിയോ അതിടാം കേട്ടോ. എന്നുവെച്ചാൽ ഇപ്പം നമ്മുടെ ടെസ്റ്റ് തീരാണ്, ഓൾമോസ്റ്റ് നമ്മുടെ ടെസ്റ്റ് കംപ്ലീറ്റ് ആയി, നമ്മുടെ കോഴ്സ് കംപ്ലീറ്റ് ആവാനായി. അപ്പോൾ ആ കോഴ്സ് കഴിയുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, അതിടാം കേട്ടോ. അപ്പം നിങ്ങൾ നിർബന്ധമായിട്ട് നിങ്ങളുടെ സംശയമുള്ള പോർഷൻസ് നിർബന്ധമായിട്ട് താഴെ കമൻറ്റ് ചെയ്യണം. അപ്പം നമുക്ക് ഇനി അടുത്ത പഠിക്കാനുള്ളത് പാർട്ട് 5ൻ്റെ അകത്ത് അതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും, ഇൻഷുറൻസിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളുമാണ് ഉള്ളത്. അപ്പം ജസ്റ്റ് നിങ്ങൾ വായിച്ചു നോക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മനസ്സിലാവുന്ന കാര്യങ്ങളുള്ളൂ. ദ പർപ്പസ് ഓഫ് ഇൻഷുറൻസ് പ്രൊട്ടക്ട് ദ ഫിനാൻഷ്യൽ വെൽബീയിങ് ഓഫ് പേഴ്സൺ ദാറ്റ് ഡിപ്പെൻഡ് ഇൻ ആൻ എക്സ്പെക്ട്. നമുക്കത് ഇൻഷുറൻസ് ചെയ്യുന്ന അൺഎക്സ്പെക്റ്റഡ് ലോസിന് വേണ്ടിയാണ് അല്ലേ. കുറച്ച് റിക്വയർമെൻ്റ് ഒക്കെ താഴെ പറഞ്ഞിട്ടുണ്ട്. അതിന് കുറച്ച് ഗുണങ്ങളാണ് ഇപ്പം താഴെ പറഞ്ഞിരിക്കുന്നത്, എച്ച് വരെയുള്ള പോയിന്റ്സുകൾ. അപ്പോൾ ആദ്യത്തെ പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് റഫായിട്ട് ഞാൻ പറയണ്ടെന്നാണ് ഓർത്ത്, എന്നാലും ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. ഇറ്റ് ഇൻഷുറൻസ് റിസ്ക് ഫ്രം ഇൻഡിവിജ്വൽ ടു ഇൻഷുറൻസ് കമ്പനി ഹു വുഡ് ബി ദി സ്ട്രോങ് പൊസിഷൻ ടു ബിയർ ദ റിസ്ക്. എന്ന് വെച്ചാൽ ഒരു വ്യക്തിക്ക് ആ റിസ്ക് ചിലപ്പോൾ സാധ്യത, ഇപ്പം നമ്മളൊരു വണ്ടിയുടെ ഇൻഷുറൻസ് എടുത്തിട്ടില്ലെങ്കിൽ ഒരു വണ്ടിക്ക് എന്തെങ്കിലും അപകടം നല്ല ഇടിയൊക്കെ നിന്ന് എന്ത് ചെയ്യാം, നമുക്ക് നമ്മുടെ കയ്യിൽ നിന്ന് പൈസ എടുത്ത് നമ്മൾ ചെയ്യേണ്ട വരും. പക്ഷേ ഇൻഷുറൻസ് കമ്പനിയാണ് ഇൻഷുറൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇൻഷുറൻസ് കമ്പനി അതിനുള്ള പൈസ നമുക്ക് തരും. പിന്നെ റീഇംബേഴ്സ്മെൻറ്റ് ഫോർ ലോസിനൊക്കെ റീഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാവും. അതുപോലെ നമ്മളുടെ ടെൻഷനും ഫിയറൊക്കെ ഒരുപാട് കുറഞ്ഞു കിട്ടും അല്ലേ. അതുപോലെ തന്നെ പറഞ്ഞിരുന്നത് എന്താണ്, നമുക്ക് ഇൻഷുറൻസ് എന്ന് പറയുന്ന ഒരു ഗുഡ് ഇൻവെസ്റ്റ്മെന്റ് ആണ്. കാരണം വെച്ചാൽ നമുക്ക് നല്ലൊരു റിട്ടേൺ കിട്ടുന്ന ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഇപ്പം ഒരു ഉദാഹരണത്തിന് നമ്മൾ പറയുന്നത്, നമ്മളൊരു വണ്ടി കൊണ്ട് പോകുന്നു, വണ്ടി നമ്മളുടെ അബദ്ധം കൊണ്ടല്ലയോ, അബദ്ധം കൊണ്ടല്ല, നമ്മൾ അറിയാതെ പോയി വണ്ടി കൊണ്ട് പോയി. അപ്പോൾ വണ്ടി വന്ന് നമ്മുടെ വണ്ടിയിൽ ഇടിച്ചു കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു, വണ്ടിക്ക് ചലക്കം പറ്റി. പക്ഷെ ഇടിച്ച ഡ്രൈവർ നിർത്താതെ അങ്ങ് പോയി. നമ്മൾ നോക്കിയിട്ടൊന്നും പിടിക്കാൻ പറ്റില്ല. നമ്മൾ ഷോറൂമിൽ കൊണ്ടുപോയി വണ്ടി നന്നാക്കാൻ ചെയ്തപ്പോൾ നമ്മുടെ വില പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു 40,000 രൂപ 50,000 രൂപയ്ക്ക് ആവും വണ്ടി നന്നാക്കണേൽ നിന്ന് പറഞ്ഞു. അപ്പം എന്ത് ചെയ്തു, അയ്യോ ഇത്ര ഇതില്ലല്ലോ. അപ്പോഴാണ് ഈ പുള്ളി ഓർത്ത്, ഞാനിത് ഇൻഷുറൻസ് ചെയ്തിട്ടുണ്ടല്ലോ, അപ്പോൾ ഓട്ടോമാറ്റിക്കലി എന്താണ്, ഇൻഷുറൻസുകാരയച്ചോളൂ അടിക്കും. അപ്പോൾ നമുക്ക് ആ ടെൻഷൻ അങ്ങ് ഒഴിവായി കിട്ടി. അപ്പം നമുക്കറിയാവുന്ന നമ്മുടെ നിത്യജീവിതത്തിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളായതുകൊണ്ട് നമുക്കറിയാവുന്ന കാര്യമാണ്. അതുപോലെ സോഴ്സ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് ഫണ്ടാണ്. അതുപോലെ നമ്മുടെ ലോസിനെ പ്രിവെൻഷൻ ചെയ്യുകയാണ്, ലോസിനെ കുറയ്ക്കുകയാണ്. അതുപോലെ പേഴ്സണായിട്ടുള്ള ക്രെഡിറ്റൊക്കെ നമുക്ക് കൂട്ടാൻ ഇൻഷുറൻസ് സഹായമാവുന്നുണ്ടെന്നാണ് പറയുന്നത്. അതുപോലെ ഇൻഷുറൻസ് ഇൻഡസ്ട്രി പ്രൊവൈഡ് ജോബ്സ് ടു മില്യൺസ് ഓഫ് പീപ്പിൾ. ഇൻഷുറൻസ് കമ്പനി മില്യൺ കണക്കിന് ആളുകൾക്ക് ജോലി നൽകുന്നുണ്ട്. ഇതൊക്കെയാണ് ഇതിൻ്റെ ഗുണങ്ങൾ എന്ന് പറയുന്നത്. ഇനി ഈ ഭാഗത്തിന് ആർക്കും ഡൗട്ട് ഉണ്ടാവില്ല, കാരണം ഞാൻ വായിച്ചു വിടണമെന്ന് പറഞ്ഞിട്ട് ഞാൻ നല്ല രീതിയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ സ്ഥിരം ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ അങ്ങനെ വായിച്ചു വിടാൻ ഞാൻ പറഞ്ഞില്ലാണ് വെച്ചത്. പക്ഷെ എങ്കിലും കുറേ പേർക്ക് അറിയത്തില്ലാതെ ഉണ്ടാവുമല്ലോ. അപ്പം നമ്മൾ യൂട്യൂബൊക്കെ വീഡിയോ കാണുന്നത് നമുക്ക് ക്ലാസ് ഇരുന്നിട്ട് മനസ്സിലാവത്തില്ല. നമ്മൾ ചിലപ്പോൾ സ്വയമായിട്ട് പഠിക്കുന്നവരായിരിക്കും, ചിലപ്പം അത്ര ഇംഗ്ലീഷ് നോളജ് ഉള്ളവരായിരിക്കില്ല. അപ്പോൾ മനസ്സിലാക്കാൻ കുറച്ച് പാടായിരിക്കും. പക്ഷെ ഞാൻ ഏറ്റവും ലോക്കലായിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ അത്ര മനസ്സിലാവുമെന്ന് തോന്നുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാറില്ല. മനസ്സിലാക്കാൻ പാടുള്ളതെന്ന് തോന്നുന്ന കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു തരാറുള്ളൂ. എങ്കിലും എന്തെങ്കിലും മനസ്സിലാക്കാത്ത ഭാഗങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ട് കമൻറ്റ് ചെയ്യണം. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ബാങ്ക് ഇൻഷുറൻസും ബിസിനസ് റെഗുലേറ്ററി ഫ്രെയിംവർക്കൊക്കെ നമ്മൾ പൂർണ്ണമായിട്ട് ഇടുന്നുണ്ട്. അതുപോലെ തന്നെ സിയുടെ ക്ലാസ് നമ്മൾ ഫുള്ളായിട്ട് ഇടില്ല, കാരണം അത് നമ്മൾ പെയ്ഡ് കോഴ്സ് നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ +1 +2 ഒക്കെ നമ്മൾ ഫുള്ളാക്കി ഇടും. നമ്മൾ അതിലെന്തെങ്കിലുമൊക്കെ ഇടാത്തുണ്ടാവും. പക്ഷെ ഇതൊക്കെ നമ്മൾ ഫുള്ളാക്കി ഇടും. കാരണം നമുക്ക് അത്ര കുഴപ്പമില്ലാത്ത സംഭവമാണ്, ഈസി സബ്ജക്റ്റാണ്, എല്ലാവർക്കും പഠിക്കാവുന്നൊരു കാര്യമുള്ളൂ. അതുമാത്രമല്ല, എന്തെങ്കിലും കുറേ ആളുകൾക്ക് ഡൗട്ടുള്ള കാര്യങ്ങളായിരിക്കും. ഡിഗ്രി എന്നൊക്കെ പറയുമ്പോൾ കുറേ പേര് പഠിക്കുന്നതിന്, അപ്പോൾ അവർക്ക് കുറേ പേർക്ക് ഡൗട്ട് ഉണ്ടാവും. അപ്പം മനസ്സിലാക്കാൻ എളുപ്പമുണ്ടാവുമല്ലോ. ഇപ്പോൾ വർത്തമാനം പറയുന്ന നേരം പോയില്ലേ. അടുത്ത ഡിസഡ്വാൻറ്റേജ് ഗുണങ്ങളല്ലാത്ത ബിസിനസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, അതിനൊരു കോസ്റ്റ് ഉണ്ടാവും. അതുപോലെ തന്നെ നമുക്ക് ഫോർഡബിൾ ആയിട്ടുള്ള ക്ലെയിംസ് ഒക്കെ ചിലപ്പം another cost of insurance comes from the assumption of affordable claims. False health insurance claim are submitted to the connected benefit. പിന്നെ ചില ആളുകൾ ഇപ്പം എന്തെങ്കിലും ഉണ്ടല്ലോ, നമുക്കിപ്പോൾ കുറച്ച് പൈസ കിട്ടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വേണ്ടി എന്തെങ്കിലും ഫോർഡായിട്ടുള്ള കാര്യങ്ങളൊക്കെ നടത്തിയെടുക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പം അങ്ങനെയുള്ള കുഴപ്പങ്ങളുണ്ടാകാം. അതുപോലെ തന്നെ
ഇൻഫൈനൈറ്റ് KMX ഉണ്ടാവാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അങ്ങനെ ചുരുങ്ങിയ കാര്യങ്ങളൊക്കെ ഉള്ളൂ. ജസ്റ്റ് നിങ്ങൾ ആ പോയിന്റ്സ് ഒക്കെ ഒന്ന് വായിച്ചു നോക്കുക കേട്ടോ, മനസ്സിലാക്കുന്ന കാര്യങ്ങളുള്ളൂ. ഇനി അതുപോലെ തന്നെ 5 മിനിറ്റ് ആയി അല്ലേ. അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അടുത്ത നമ്മുടെ നീഡ്സ് ഫോർ ഇൻഷുറൻസ് ആണ്. അത് ജസ്റ്റ് ഞാൻ പറഞ്ഞു തരാം. നീഡ്സ് ഓഫ് ഇൻഷുറൻസ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെ അതൊക്കെയാണ്. ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക കേട്ടോ. അത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യങ്ങൾ. ഇപ്പോൾ ഒരു ഫയർ ഇൻഷുറൻസ്, അങ്ങനെയുള്ള ഇൻഷുറൻസ്, പല വിധത്തിൽ ഇൻഷുറൻസ്, അതൊക്കെ എന്തിനാണെന്ന് നമുക്കറിയാം. അപ്പം നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളുള്ളൂ. അത് ഞാൻ പറഞ്ഞ സമയം ഒട്ടും കളയുന്നില്ല. ഇനി എന്താണ് അതിൻ്റെ റോളും ഇമ്പോർട്ടൻസ് ഓഫ് ഇൻഷുറൻസ് എന്ന് പറയുന്നത്? അത് 3 തരത്തിലാണ്. ഇമ്പോർട്ടൻസ് ടു ഇൻഡിവിജ്വൽ, ഇമ്പോർട്ടൻസ് ടു ബിസിനസ് ഓർ ഇൻഡസ്ട്രി, ഇമ്പോർട്ടൻസ് ടു സൊസൈറ്റി. അത് നമുക്ക് അടുത്തൊരു വീഡിയോ പാർട്ട് 6 ആയിട്ട് നമുക്ക് അതിടാം കേട്ടോ. അപ്പം എല്ലാവർക്കും മനസ്സിലാവുമെന്ന് വിചാരിക്കും. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പ്, ഓൺലൈൻ സ്റ്റഡി ടീമിൻ്റെ യൂട്യൂബിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ചേരാൻ താല്പര്യമുണ്ടെങ്കിൽ വാട്സപ്പ് ജസ്റ്റ് ചെയ്യുക. നമുക്ക് നമ്മുടെ നോട്ടിഫിക്കേഷനൊക്കെ ലഭിക്കാൻ വേണ്ടി കുറച്ച് നമുക്ക് ഗ്രൂപ്പ് ഡിസ്കഷനൊക്കെ നടത്താൻ വേണ്ടിയാണ്. ആൾക്കും താല്പര്യം ചെയ്യാം. അതുകൊണ്ട് ഞാൻ പറഞ്ഞു തരുന്നതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താരം നിർബന്ധമായിട്ട് കമൻറ്റ് ചെയ്യണം. ഞാൻ പറയുന്നത് തെറ്റുണ്ടെങ്കിൽ ആ തെറ്റ് എന്താണെന്നും താരം കമൻറ്റ് ചെയ്യണം. അതിൻ്റെ യഥാർത്ഥ അർത്ഥവും ഒന്ന് താരം കമൻറ്റ് ചെയ്തിടുവാണെങ്കിൽ നമ്മുടെ ബാക്കിയുള്ള സ്റ്റുഡൻസിന് ഉപകാരമായിരിക്കും. കാരണം തെറ്റുണ്ടെന്ന് മാത്രം പറഞ്ഞാൽ പോലെ ആ തെറ്റ് എന്താണെന്നും കൂടി പറഞ്ഞാലേ എനിക്കും തിരുത്താൻ പറ്റും അടുത്തൊരു വീഡിയോ ചെയ്യുമ്പം. അത് മാത്രമല്ല നമ്മുടെ വ്യൂവേഴ്സിന് അത് നല്ലൊരു ഗുണമായിരിക്കും. ആ ടൈപ്പ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടമല്ല. കാരണം നമ്മുടെ ഒരു അറിവ് പകർന്നു കൊടുക്കുമ്പോൾ എന്താണ്, അത് വളരെ മാത്രമേ ചെയ്യുള്ളൂ. അറിവ് ഒരാളുടെ കയ്യിൽ നിന്ന് തട്ടിപ്പിടിക്കാൻ പറ്റുന്ന കാര്യമല്ല, അല്ലെങ്കിൽ തട്ടിപ്പറിച്ചുകൊണ്ട് പോകില്ല. എത്ര നമ്മൾ കൊടുത്താലും അത് അധികരിക്കുകയുള്ളൂ. അതുകൊണ്ട് എന്തെങ്കിലും തെറ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് താഴെ കമൻറ്റ് ചെയ്യണം. അതെനിക്ക് എന്ത് തോന്നും എന്നൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട. അതെനിക്കൊരു വിഷമവുമില്ല. അറിവ് പറഞ്ഞു തരുന്നതിന് എനിക്ക് സന്തോഷമുള്ളൂ, എന്നോട് പറഞ്ഞു തരുന്നതിനും അതെനിക്ക് സന്തോഷമുള്ളൂ. അതുകൊണ്ട് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിലും താഴെ നിർബന്ധമായിട്ട് കമൻറ്റ് ചെയ്യണം. ആ തെറ്റെന്താണെന്ന് പറഞ്ഞാൽ ശരിയായിട്ടുള്ള കാര്യം മനസ്സിലാക്കണം. അതുപോലെ വ്യൂവേഴ്സ് നിർബന്ധമായിട്ട് കമൻറ്റ് വായിച്ച് നോക്കും. ഇങ്ങനെയുള്ള എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ആ തെറ്റെന്താണ് നോക്കും. ഞാനിപ്പം അവരിട്ട് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ഞാനത് എന്ത് ചെയ്യാം, കെയർ ചെയ്ത് അവർ താഴെ റിപ്ലൈ ആയിട്ട് കൊടുത്തോളാം കേട്ടോ. പിന്നെ റിപ്ലൈ ഞാൻ കൊടുത്തില്ലെങ്കിൽ ഞാൻ നെക്സ്റ്റ് വീഡിയോ ഒന്ന് കാണാനൊക്കെ ഞാൻ ചിലപ്പം ആവശ്യപ്പെടാം. തെറ്റുണ്ടെങ്കിൽ ഞാനത് ജസ്റ്റ് എന്തെങ്കിലും മാർഗം കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ താങ്ക് യു.